ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ചതായും അപായ സൈറണകൾ മുഴങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുൻകാലങ്ങളിലെ പോലെ കൂട്ടത്തോടെയുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണം. അബുദാബിയിലും സ്ഫോടനം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ലോറൻസ് ചേരുന്നുണ്ട്. ലോറൻസ്, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? തീർച്ചയായും ലോകം യുദ്ധഭീതിയിലാണ് കാർത്തിക. പശ്ചിമേഷ്യയിൽ മാത്രമല്ല മധ്യേഷ്യയിലും യുദ്ധം നടക്കുന്നു. ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ലോകം മൊത്തം ഒരു യുദ്ധഭീതിയിലാണെന്ന് മാത്രമല്ല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. യുദ്ധം തുടങ്ങി ഏതാണ്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന ആക്രമണം തുടങ്ങിയിട്ട് ഏതാണ്ട് 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ അവസാന നിമിഷം നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ തിരിച്ചടിക്കുന്ന ഇറാനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലും സൂപ്പർസോണിക് മിസൈലും അടക്കം അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടാവാം എന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് ഇപ്പോൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഗൾഫിലെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളുടെ സൈനിക താവളം ഗൾഫിലെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അമേരിക്കൻ നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായ സൈനിക താവളമാണ് ബഹ്റിനിലേത്. അവിടേക്ക് ഇപ്പോൾ മിസൈൽ അയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ മിസൈൽ പതിച്ചു സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുവൈറ്റിലെയും UAE-യിലെയും UAE-യുടെ ഭാഗമായിട്ടുള്ള അബുദാബിയിലെയും സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ മിസൈൽ പതിച്ചു എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആക്രമണം നിങ്ങൾ തുടങ്ങി വെച്ചാലും പിന്നീട് അത് നിർത്തുക എന്നുള്ള ദുഷ്കരമായ കാര്യമാണ്. എപ്പോൾ ആക്രമണം നിർത്തണം എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് ഖമനേയി ഉൾപ്പെടെയുള്ള ആൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇറാൻ അത്ര ചെറിയ ഒരു സൈനിക ശക്തി അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെ 15ാമത്തെ സൈനിക ശക്തിയാണ് ഇറാൻ്റെ കൈവശമുള്ളത്. വൻതോതിലുള്ള ആയുധശേഷി ഇറാൻ ഇല്ലെങ്കിൽ പോലും ഒരു അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലിനെയൊക്കെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചെറിയ ആയുധശക്തിയാണ് ഇറാൻ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കാരണം ഇറാൻ്റെ കൈവശമുള്ളത് ഒരു 3000 കിലോമീറ്ററൊക്കെ ദീർഘദൂര പരിധി, ഹ്രസ്വദൂര അതിനപ്പുറം പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലും അതുപോലെ 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള സൂപ്പർസോണിക് മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഉൾപ്പെടെയാണ് ഇറാൻ്റെ കൈവശമുള്ളത്. കൂടുതലായും ഇറാൻ ആക്രമണം കേന്ദ്രീകരിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് പൊതുവെ ഇറാൻ കേന്ദ്രീകരിച്ച് കാണുന്നത്. ഏതായാലും ഏതൊക്കെ ആയുധങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മിസൈൽ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇറാൻ്റെ ആക്രമണം ശക്തമായതോടെ കുവൈറ്റും UAE-യും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യോമപാത അടച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാർത്തിക, ലോറൻസ്, അതുപോലെ തന്നെ ഏറെ ആശങ്കപ്പെടേണ്ട ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ അബുദാബിയിലും അതുപോലെ തന്നെ ബഹ്റൈനിലും കുവൈറ്റിലേക്കും അടക്കം സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഗൾഫ് മേഖല അടക്കം ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? കാർത്തിക, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ അമേരിക്ക യുദ്ധസന്നാഹങ്ങളുടെ ഭാഗമായി അമേരിക്ക അവരുടെ സഖ്യ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക വൻതോതിലുള്ള ഒരു സൈനിക വിന്യാസം ഈ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ അമേരിക്കയുടെ അറബ് രാജ്യങ്ങൾ നടത്തിയിരുന്നു. അങ്ങോട്ടേക്ക് വലിയ തോതിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് അമേരിക്കയുടെ വലിയ പേരുകേട്ട പാട്രിയോട്ട് അതുപോലെ തന്നെ ആരോ പോലെയുള്ള താഡ് പോലെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അമേരിക്ക ഒരു 2 ആഴ്ചയായി ഇവിടെ ഈ ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അമേരിക്കൻ സൈനിക ശക്തിയുടെ ഏതാണ്ട് 33% സൈനിക ശേഷി അമേരിക്ക ഇങ്ങോട്ട് വിന്യസിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും കുവൈറ്റിലും അബുദാബിയിലും അതോടൊപ്പം തന്നെ ബഹ്റൈനിലും നടന്ന ആക്രമണങ്ങൾ അവിടെ മിസൈലുകൾ പതിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ സന്നാഹം ഏതാണ്ട് പരാജയപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. ഏതായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ഇത് എത്രത്തോളം നീണ്ടു പോകും എന്നുള്ള കാര്യത്തിലാണ്, എത്രത്തോളം പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ, അതായത് ഇറാൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ ആഘാതം എന്താണെന്നുള്ളവരെ ഇനി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചും മിസൈൽ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം കുറച്ചു മുമ്പ് വ്യക്തമാക്കിയത്. ഏതായാലും ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ച മിസൈലുകൾ അവർ തകർത്തു എന്നും പറയുന്നുണ്ട്. ഏതായാലും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്രമണവും പ്രത്യാക്രമണവുമായി
അമേരിക്കയും ഇസ്രായേലും ഇറാനും പ്രത്യാക്രമണവും തിരിച്ചടിയും തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഗോളതലത്തിൽ തന്നെ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില ഏതായാലും കുതിച്ചു വരുന്നതായിരിക്കും. ഏതാണ്ട് $80 എന്നുള്ള നിലയിലേക്ക് നിന്ന് ഏതാണ്ട് $100 കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില. അത് മാത്രമല്ല, ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ നീക്കം തടയാനുള്ള ഒരു നടപടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇറാൻ്റെ കൈവശത്തിലാണ് ഹോർമുസ് കടലിടുക്ക്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നീക്കം തുടങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ഈ ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് ഭാഗികമായി അടച്ച് ഇറാൻ സൈനിക പരിശീലനം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇറാൻ പൂർണ്ണമായും ഹോർമുസ് കടലിടുക്ക് അടച്ച് എണ്ണയുടെ നീക്കം, അതായത് ക്രൂഡ് ഓയിലിൻ്റെ നീക്കം തടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആഗോളതലത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. എണ്ണ വില കുതിച്ചു കയറാൻ സാധ്യതയുണ്ട്. അതുപോലെ എണ്ണയുടെ ദൗർലഭ്യം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ആണ് ലോകത്തെ തള്ളിവിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാർത്തിക, അതുപോലെ തന്നെ ആഴ്ചകൾ നീണ്ട മുന്നറിയിപ്പിന് പിന്നാലെ ഇറാന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നു. പിന്നീട് ഇറാൻ അതിനെ തിരിച്ചടിക്കുന്നു. ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇന്ത്യക്കാരടക്കം നിരവധി സ്ഥലങ്ങളിലുള്ളതാണ്, ഗൾഫ് രാജ്യങ്ങളിലടക്കം നിരവധി ഇന്ത്യക്കാരുള്ള ഒരു സംഭവം തന്നെയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം മുൻകരുതലുകളായിരിക്കാം ഈ ഒരു ഇന്ത്യക്കാർക്ക് മേൽ നൽകിയിട്ടുള്ളത് ഈ ഒരു നിമിഷത്തിൽ? കാർത്തിക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഇറാനിലും അതുപോലെ ഇസ്രായേലിലും ഒക്കെ തന്നെയുള്ള ഇന്ത്യക്കാരോട് മടങ്ങാൻ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയും അതുപോലെ മറ്റു രാജ്യങ്ങളും ഈ രാജ്യങ്ങളിലെല്ലാം തന്നെയുള്ള അവരുടെ പൗരന്മാരോട് മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം എത്ര നാൾ നീളും എന്നുള്ളതാണ് ഒരു വിഷയം. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളം ഇന്ത്യക്കാരുണ്ട്. അവരെല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം നീളുമോ എന്നുള്ളതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വലിയ തോതിൽ UAE പോലുള്ള രാജ്യങ്ങൾ വളരെയധികം ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളുമുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ യുദ്ധം നീളുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങുകയും അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കേണ്ടി വരും. ഏതായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ഈ കാര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഏതായാലും കൂട്ടത്തോടെ ഒരു ഒഴിപ്പിക്കൽ ആവശ്യമായി വരികയില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നീളുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്നിപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇന്ന് പകലും ഇന്ന് രാത്രിയുമായി വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇറാന് നേരെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ തിരിച്ചടിയും, അവരുടെ ആക്രമണം തുടരുന്നിടത്തോളം തന്നെ ഇറാൻ്റെ തിരിച്ചടിയും തുടരും. മാത്രമല്ല, ഈ വലിയ തോതിലുള്ള സൈനിക വിന്യാസം അമേരിക്ക ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് ആയുധശേഷിയുടെ ഒരു പൂർണ്ണമായ ഒരു ആയുധശേഷി ഇറാനെതിരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയുധ ദൗർലഭ്യം ഉണ്ടാവുകയും അമേരിക്കയിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇറാനെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ അതൊരു ദുർഘടാവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കൻ ഭരണകൂടത്തിലെ പല ആളുകളും ഡൊണാൾഡ് ട്രംപിന് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെയാണ്, അതായത് അമേരിക്കയുടെ സംയുക്ത സേനാ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനുമായുള്ള യുദ്ധം അത്ര ചില്ലറ കളിയല്ല, അത് കൈവിട്ട കളിയാവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ട്രംപ് അതൊന്നും കണക്കിലെടുത്തിട്ടില്ല. ട്രംപും അമേരിക്കൻ സെനറ്റർമാരും യുദ്ധം വേണം എന്നുള്ളൊരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച 4ാം ഘട്ട ചർച്ചയ്ക്ക് തീയതി തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത ആഴ്ച 4ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെ അപ്രതീക്ഷിതമായി ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അപ്പോൾ 4 മണിക്കൂറായി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും മുന്നോട്ട് പോവുകയാണ്. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതിനി വരാനിരിക്കുന്നുള്ളൂ. തീർച്ചയായും ആൾനാശവും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശനഷ്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാർത്തിക, 4 മണിക്കൂർ പിന്നിടുന്ന ഒരു യുദ്ധ സാഹചര്യം, ആ ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ ലോകരാജ്യങ്ങളിലേക്കടക്കം ഒരു വ്യാപാര മേഖലയിലടക്കം ഇതിനെ രൂക്ഷമായി ബാധിക്കുന്ന ഒരു സാഹചര്യമല്ലേ നിലവിലുള്ളത് ലോറൻസ്? തീർച്ചയായിട്ടും ലോകമെമ്പാടും ആഗോളതലത്തിൽ ഇതൊരു വ്യാപാര പ്രതിസന്ധി ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് പ്രധാനമായും എണ്ണ നീക്കത്തിലാണ് ആ പ്രശ്നം ഉണ്ടാവുക. പ്രധാനമായും ഇന്ധനമാണ് ആഗോളതലത്തിൽ രാജ്യങ്ങളുടെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തികമായ ഒരു ചാലക ശക്തിയാകും. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞാൽ അത് മെച്ചമാണ്. ക്രൂഡ് ഓയിലിന് വില കൂടിയാൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, അവരുടെ ധനസ്ഥിതി മോശമാവും. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് ബാധകമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും അവരുടെ കരുതൽ ധനശേഖരത്തെ അത് ബാധിക്കും. വലിയ തോതിലുള്ള പണം ഒഴുക്കേണ്ടി വരും. കാരണം എണ്ണയ്ക്ക് വില കൂടുകയാണെങ്കിൽ എണ്ണ വാങ്ങിക്കാതെ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാനാവില്ല. തീർച്ചയായിട്ടും അത് ഒരു ആഗോളതലത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാർത്തിക,
അതുതന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്താണ് ഇറാൻ തിരിച്ചടി ആരംഭിച്ചിട്ടുള്ളത്. ഇസ്രയേലിലെ തന്നെ വിവിധ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ചതായും അതുപോലെ തന്നെ അപായ സൈറണുകൾ അടക്കം മുഴങ്ങുന്നതായുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ ഒരു നിമിഷത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചെന്ന് ഇസ്രയേൽ സേനയും വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു യുദ്ധസമാന സാഹചര്യമാണ് നിലവിലുള്ളത്. ആഗോളതലത്തിൽ തന്നെ വ്യാപിക്കുന്ന അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആക്രമണ ശ്രമം ഉണ്ടായെന്നാണ് ഇസ്രയേൽ പറയുന്നത് അതിന് നേരെ. എന്നാൽ ആക്രമണത്തിന്റെ തോതിനെ കുറിച്ച് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഇറാനിലും അതുപോലെ തന്നെ ഇസ്രയേലിലും അടക്കം ഉണ്ടായി എന്ന കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം പുറത്തേക്ക് ഇനിയും വരേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മുൻകാലങ്ങളിലെ പോലെ കൂട്ടത്തോടെയുള്ള മിസൈൽ ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ തിരിച്ചടി ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് ഇസ്രയേൽ രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാൻ അടക്കം നിർദ്ദേശം നൽകിയിരുന്നു. ലോറൻസ് ഉണ്ട് വിവരങ്ങളുമായി. എന്തായാലും അതിസമാനമായ ഒരു സാഹചര്യം യുദ്ധത്തിലേക്ക് തന്നെ നീളുന്നു. എത്രത്തോളം ദിവസം അല്ലെങ്കിൽ തുടരുന്ന ഗൾഫ് മേഖലയെ അടക്കം ഇടപെട്ട ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ എത്ര ദിവസത്തേക്കായിരിക്കാം ഈ ഒരു സാഹചര്യം നീളുക ലോറൻസ്? ഇപ്പോൾ യുദ്ധം എത്ര ദിവസം നീളും എന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. കാരണം ഇത് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ആയുധശേഖരങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദൂരം ഏതാണ്ട് 7,000-8,000 കിലോമീറ്ററാണ്. അത്ര അകലെ നിന്നാണ് അമേരിക്ക ഇറാനെതിരെ യുദ്ധസന്നാഹങ്ങളുമായി അറേബ്യൻ കടലിൽ വന്ന് കോപ്പുകൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക തൊട്ടടുത്തുള്ള അവരുടെ സഖ്യരാഷ്ട്രങ്ങളെല്ലാം അണിനിരത്തിക്കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇറാനെതിരെ ഒരു തിരിച്ചടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇറാനെ ശത്രുക്കളായി കാണുന്ന അറബ് രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെ ശത്രുരാജ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ഒരു പിന്തുണ അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. കാരണം ഇറാൻ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി തന്നെ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരെ തിരികെയുണ്ടായി. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മുതലെടുത്ത് ഇറാൻ അമേരിക്കയ്ക്ക് ഏതാണ്ട് ഒരു 50 വർഷമായി ഭീഷണിയായി തുടരുന്ന ഇറാനെ ഈ തവണ ഇറാനെ നിലംപരിശാക്കുക, അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക, അതോടൊപ്പം തന്നെ ഇറാനിലെ ഭരണ നേതൃത്വത്തെ മാറ്റുക ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും രംഗത്തിറങ്ങിയിരിക്കുന്നത്. കാരണം ഈ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു ഭീഷണിയാണ് എന്നുള്ളതാണ് ട്രംപ് ഇന്ന് പ്രധാനമായും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം. 1979-80 കാലഘട്ടത്തിൽ ലോക പോലീസുകാരനായ അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ നാണം കടേണ്ടി വന്ന ഒരു സാഹചര്യം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇറാനിലെ അമേരിക്കൻ എംബസിയിലെ 66 ഉദ്യോഗസ്ഥരെ ഇറാൻ 444 ദിവസത്തോളം തടങ്കലിലാക്കുകയും അതിന് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും അതെല്ലാം തന്നെ തകരുകയും ഇപ്പോഴത്തെ ഇറാൻ ഭരണാധികാരി അലി ഖമനേയിയുടെ പിതാവ് അദ്ദേഹം ഇറാനിൽ വിപ്ലവ ഭരണം പിടിച്ചെടുത്തതിന് ഇറാനിൽ വിപ്ലവ ഭരണകൂടം അതായത് ഖമനേയി അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ഭരണം അവിടെ പിടിച്ചെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് അവർ പലതരത്തിലുള്ള കൊമ്പുകോർക്കലുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായിരുന്ന ഇറാൻ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുമായി തെറ്റുകയും അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി ആഗോളതലത്തിൽ അമേരിക്കയെ നാണം കെടുത്തുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കണക്ക് തീർക്കും. അതായത് അമേരിക്കയുടെ മരണം ഖമനേയി ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം തുടങ്ങിയതിന് ശേഷം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. അതായത് ഇറാനെ സൈനികമായും രാഷ്ട്രീയമായും ഇല്ലാതാക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റം രാഷ്ട്രീയ ഭരണ നേതൃത്വം അമേരിക്ക ഇറാനിൽ ലക്ഷ്യമിടുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സൈനിക ശക്തിയെയും ആണവ ശക്തിയെയും ഇല്ലാതാക്കുക. ഈ 3 ലക്ഷ്യങ്ങളാണ് അമേരിക്കയുടെ മുമ്പിലുള്ളത്. അതുകൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ടെഹ്റാനിലെ ആദ്യ ആക്രമണം ഖമനേയിയുടെ ഓഫീസിന് നേരെയായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാനാവില്ല. ടെഹ്റാനിൽ പലയിടത്ത് ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ടെഹ്റാനിൽ ഉൾപ്പെടെ ഇറാനിലെ വൻ നഗരങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയെങ്കിലും ആദ്യ ആക്രമണം ഖമനേയിയുടെ ഓഫീസ് ലക്ഷ്യമിട്ടായിരുന്നു എന്നുള്ളത് തന്നെ അമേരിക്ക
അമേരിക്ക ലോകത്തിന് നൽകുന്ന ഒരു സൂചനയാണ്. അമേരിക്ക ഇറാനിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇറാനിലെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തെ അല്ലെങ്കിൽ പുരോഹിത ഭരണകൂടത്തെ നീക്കി അവിടെ പഴയ ഷായുടെ മകൻ അമേരിക്കയിൽ പ്രവാസിയായി കഴിയുന്നുണ്ട്, റീസ പൗലവി. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു പുതിയ ഭരണവ്യവസ്ഥ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം അമേരിക്ക കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം ഒരു കുറച്ച് ദിവസം കൂടി നീളും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുള്ള സന്നാഹങ്ങളൊക്കെ അമേരിക്ക അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അതെല്ലാം ഒരുക്കി അതിനുള്ള അവസരങ്ങളെല്ലാം തന്നെ ഇറാനുമായുള്ള ചർച്ച എന്ന ധാരണയിൽ ഇറാനുമായുള്ള ചർച്ച എന്ന വ്യാജേന അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഒരുക്കിയതിന് ശേഷമാണ് അമേരിക്ക ഇപ്പോൾ ഇന്നലെ നടന്ന ചർച്ചയിൽ അടുത്ത ആഴ്ച സാങ്കേതിക ചർച്ചയ്ക്ക് അവസരമൊരുക്കി, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മധ്യസ്ഥ ഒമാൻ്റെയും അതുപോലെ തന്നെ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചയിൽ അടുത്ത ആഴ്ച സാങ്കേതിക ചർച്ചയ്ക്ക് അവസരം തുറന്നിട്ടുകൊണ്ടാണ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അവർ നടപ്പാക്കിയിരിക്കുന്നു. അതിനുള്ള അവസരമാണ് ചർച്ച എന്ന വ്യാജന അവർ തുറന്നിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിരുന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാഖും അതുപോലെ തന്നെ ഇറാനും ഇസ്രായേലും വ്യോമപാത അടച്ചിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ജോർദാൻ അവരുടെ വ്യോമപാത അടച്ചിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ജോർദാൻ വ്യോമപാത അടച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോർദാനിൽ അമേരിക്കയുടെ സൈനിക താവളമുണ്ട്. ആ സൈനിക താവളം കേന്ദ്രീകരിച്ചാണ് ഒരുപക്ഷെ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേലും അമേരിക്കയും നീക്കം നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജോർദാനിൽ അമേരിക്കയുടെ വലിയൊരു സൈനിക കേന്ദ്രമുണ്ട്. അവിടെ അത്യാധുനിക വിമാനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുക്കിയിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ജോർദാൻ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. ജോർദാൻ വ്യോമപാത അടച്ചിട്ടില്ല. അപ്പോൾ ജോർദാൻ്റെ വ്യോമപാത ഉപയോഗിച്ച് ആണ് ഈ വിമാനങ്ങൾ ഇറാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ 2 വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും 2 വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ സൈനിക വ്യോമതാവളങ്ങളിൽ നിന്നുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും പറന്നുയർന്നാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു സംയുക്ത ആക്രമണം 3 തരത്തിലുള്ള 3 ദിശകളിൽ നിന്നുള്ള ഒരു ആക്രമണമാവാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജോർദാനിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളും ഇസ്രായേലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ 2 വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയരുന്ന വിമാനവാഹനങ്ങളും എല്ലാം തന്നെ ഉപയോഗിച്ചുള്ള ഇറാനെ വളഞ്ഞുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടരെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു. അപ്പോൾ യുദ്ധം ഇന്നും നാളെയും വളരെ ശക്തമായ ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. കാർത്തിക. ലോറൻസ്, അതുപോലെ തന്നെ ലോറൻസ് പറഞ്ഞതുപോലെ ഒരു വലിയ സൈനിക ശക്തി ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ അടക്കം ഇറാൻ ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ആ ഒരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി മറ്റ് ലോക രാജ്യങ്ങളുടെ പിന്തുണ കൂടി നമ്മൾ നോക്കി കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും മറ്റ് ലോകരാജ്യങ്ങളൊന്നും തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ അനുകൂലമായി 2 രാജ്യങ്ങൾ മാത്രമാണ് ലോകത്തുള്ളത്. റഷ്യയും ചൈനയും ഇറാനെ ആക്രമിക്കുന്നതിനോട് യോജിക്കുന്നില്ല. ഈ ഇറാനെതിരെ അമേരിക്ക ഈ പടയൊരുക്കം നടത്തിയപ്പോഴൊക്കെ തന്നെയും അറേബ്യൻ കടലിൽ അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് ആ ഭാഗത്തെല്ലാം തന്നെ ഇറാൻ്റെ തീരത്ത് ചൈനയും റഷ്യയും സംയുക്ത നാവികാഭ്യാസം നടത്തിയിരുന്നു. അത് അവർ ഇറാനെ ആക്രമിക്കുന്നത് ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ റഷ്യയും ചൈനയും അമേരിക്കയ്ക്ക് നൽകിയിരുന്നെങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം ആഗോളതലത്തിൽ തന്നെ അനുകൂല സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപും ഇസ്രായേലും ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കാരണം റഷ്യ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ കുടുങ്ങി അങ്ങനെ അവരുടേതായ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയും അമേരിക്കയും ഇസ്രായേലും അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യം നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ ഒരുപക്ഷെ ഇറാനെ അവർ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം ഇസ്രായേൽ കഴിഞ്ഞ 3-4 മാസം മുമ്പ് നടന്ന ഒരു ആക്രമണം ഇറാനെ ആക്രമിച്ചിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചിരുന്നു. അത് ആണവ കേന്ദ്രങ്ങൾ ആണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ, അതായത് ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരമാണ് അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. അത് പൂർണ്ണമായും ഇറാൻ്റെ ആണവശേഷി ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് ഇസ്രായേൽ
ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്ര സുസജ്ജമാണ് ഇറാൻ്റെ, അല്ലെങ്കിൽ അത്ര സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഇറാൻ ഏതാണ്ട് 5ഓളം ആണവ കേന്ദ്രങ്ങളുണ്ട്. അതിൽ 2-3 എണ്ണം ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതാണ്. അത് ആണവായുധം നിർമ്മിക്കാനുള്ള ഒരു ആണവായുധം നിർമ്മിക്കാൻ പോകുന്ന തരത്തിലുള്ള സമ്പുഷ്ടീകരണം നടത്താൻ ശേഷിയുള്ള ആണവ റിയാക്ടറുകളാണ് ഇറാനുള്ളത്. മറ്റു ചില ആണവ റിയാക്ടറുകൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ വൈദ്യുത ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. വൻതോതിലുള്ള എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് എന്തിനാണ് ഈ ആണവ റിയാക്ടറുകളും അതുപോലെ തന്നെ ഈ ആണവ റിയാക്ടർ എന്ന ചോദ്യമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. തീർച്ചയായും അമേരിക്ക കരുതുന്നത് ഇറാൻ സമീപ ഭാവിയിൽ ആണവായുധം നിർമ്മിക്കും എന്നുള്ള ഒരു വിവരമാണ് അമേരിക്ക ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഈ കാര്യം നിഷേധിക്കുന്നുണ്ട്. കാരണം ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല. സമാധാനത്തിന് വേണ്ടിയാണ് തങ്ങൾ ആണവോർജ്ജം വികസിപ്പിക്കുന്നത് എന്നുള്ള ഒരു നിലപാടാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ തദ്ദേശീയമായി വലിയ തോതിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് പലതരത്തിലും അത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അമേരിക്കയ്ക്കെതിരെ കഴിഞ്ഞ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാൻ ഒരു സൂപ്പർസോണിക് മിസൈൽ ഇസ്രായേലിലേക്ക് അയക്കുകയും അത് വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അതിന് തൊട്ട് പിന്നാലെ ആണ് ഒരു ചർച്ചകൾക്കൊക്കെ ഈ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വന്നതും ഇറാനുമായിട്ടുള്ള ആക്രമണം നിർത്തുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറാന് വലിയൊരു സൈനിക ശക്തി ഉണ്ട്, വളരെ അത്യാധുനിക ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാർത്തിക്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ബഹ്റിൻ്റെ തലസ്ഥാനം മനാമയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. അതായത് സൗദി അറേബ്യ ഒഴികെയുള്ള അറബ് രാജ്യങ്ങൾ, അതായത് ഖത്തറുണ്ട്, കുവൈറ്റുണ്ട്, UAE ഉണ്ട്, ബഹ്റിനുണ്ട്, ഇറാഖുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ശക്തമായ സൈനിക സാന്നിധ്യമുണ്ട്. കരസേനയുടെ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ അമേരിക്കയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക താവളം ബഹ്റിനിലേതാണ്. ആ ബഹ്റിനിലെ ഈ നാവിക കേന്ദ്രത്തിൽ, അമേരിക്കയുടെ ബഹ്റിനിലെ ഈ നാവിക കേന്ദ്രത്തിൽ ഇപ്പോൾ ഇറാൻ്റെ മിസൈൽ പതിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അവിടെയൊക്കെ അമേരിക്ക ഒരുക്കിയിരിക്കുന്ന പ്രതിരോധ സംവിധാനം തകർന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് കിട്ടി. അൽ ജസീറ പോലെയുള്ള വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ബഹ്റിൻ്റെ തലസ്ഥാനം മനാമയിൽ സ്ഫോടനം, അതായത് ബഹ്റിൻ്റെ തലസ്ഥാനം മനാമയിലും സ്ഫോടനം നടന്നിരിക്കുന്നു. അപ്പോൾ 4 ഗൾഫ് രാജ്യങ്ങൾക്ക് ലക്ഷ്യമിട്ട് അമേരിക്കയ്ക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർത്തിക. അതുതന്നെയാണ് ലോറൻസ് പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം തുടരുകയാണ് ഇറാൻ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തുടങ്ങി വെക്കൂ, എന്നാൽ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നേരത്തെ ഇറാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അത് തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഖമനേയും ഇറാൻ ഭരണകൂടവും പറഞ്ഞിരിക്കും, ഞങ്ങൾ അമേരിക്കയെ ഭയപ്പെടുന്നില്ല, കാരണം ഞങ്ങൾ ഭയപ്പെടുന്നില്ല, കാരണം ഞങ്ങൾക്കും നിങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു സൈനിക ശേഷി ഞങ്ങൾക്കുണ്ട്. ഇറാൻ്റെ സൈനിക ശേഷി എന്താണെന്ന് അമേരിക്കയും ലോകവും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെയും ഈ ഖമനേയുടെ ഭാഗത്തുനിന്നും ഇറാൻ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. ഒരു പടി കൂടി കടന്ന് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ തകർക്കും എന്നുവരെ ഖമനേയി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇറാൻ തീരത്തു നിന്ന് ഏതാണ്ട് 800 കിലോമീറ്റർ അകലെയാണ് ഈ അമേരിക്കയുടെ ഈ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ നങ്കൂരമിട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഇറാൻ ഈ കപ്പലുകളെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ, അതായത് മിസൈലുകളും ഡ്രോണുകളും ഇറാൻ്റെ കൈവശമുണ്ട്. അത് ഇറാൻ ഈ കപ്പലിനെ ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഒരുപക്ഷെ ഇറാൻ്റെ സൈനിക താവളങ്ങളെല്ലാം ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ്റെ അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് അമേരിക്കയുടെ ആയുധങ്ങൾ ചെലവാക്കിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതൊരു യുദ്ധതന്ത്രമാണ്. എതിരാളിയുടെ ആയുധങ്ങളെ തങ്ങൾക്ക് നേരെ പ്രയോഗിച്ച് ദുർബലരാക്കുക എന്നുള്ളൊരു തന്ത്രം എല്ലാ രാജ്യങ്ങളും പ്രയോഗിക്കുന്നതാണ്. അത് ലക്ഷ്യം വെച്ചിട്ടാവാം അമേരിക്ക ഈ രണ്ട് പടക്കപ്പലുകളിലാണ് അമേരിക്കയുടെ
വലിയൊരു സൈനിക വിന്യാസമുള്ളത്. അത് ഏതാണ്ട് മിസൈലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കപ്പൽ വ്യൂഹത്തിൻ്റെ ഭാഗത്തുള്ളത്. പക്ഷേ അമേരിക്കയുടെ വലിയൊരു സൈനിക വിന്യാസം എന്ന് പറയുന്നത് ഈ ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ അറബ് രാജ്യങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സൈനിക സന്നാഹമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറാൻ തീർച്ചയായിട്ടും ചെറിയ ചെറിയ ഡ്രോണുകളും അതുപോലെയുള്ള അല്ലെങ്കിൽ മിസൈലുകളും ഉപയോഗിച്ച് ഈ രാജ്യങ്ങളിൽ അമേരിക്കയെ ഒരുക്കിയിരിക്കുന്ന സൈനിക വിന്യാസത്തെ ദുർബലമാക്കുക എന്നുള്ളൊരു തന്ത്രവും കൂടി ഒരുപക്ഷെ ഉണ്ടാകും. അതുകൊണ്ടാവാം ഒരുപക്ഷെ അതോടൊപ്പം തന്നെ ഏതായാലും ഇറാൻ അയച്ച മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള പാട്രിയറ്റ് മിസൈൽ സംവിധാനം അമേരിക്കയ്ക്കുണ്ട്. അതുപോലെ തന്നെ സൂപ്പർസോണിക് മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് അമേരിക്ക 3 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഗൾഫിലേക്ക് നീക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പാട്രിയറ്റ് മിസൈൽ സംവിധാനം, താഡ് എന്ന് പറയുന്ന ഒരു മിസൈൽ സംവിധാനമുണ്ട്, മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. അതേപോലെ ആരോ എന്ന് പറയുന്ന ഈ 3 പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള പ്രതിരോധ ലക്ഷ്യങ്ങൾ ഉള്ള മിസൈൽ സംവിധാനം, അതായത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ കഴിയുന്ന പാട്രിയറ്റ് മിസൈൽ സംവിധാനം, സൂപ്പർസോണിക് മിസൈൽ, ക്രൂസ് മിസൈലുകളെ തകർക്കാൻ കഴിയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ മൂന്ന് പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അമേരിക്ക ഈ ഗൾഫ് രാജ്യങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബഹ്റിനിലെയും കുവൈറ്റിലെയും അബുദാബിയിലെയും ഉൾപ്പെടെയുള്ള ഇറാഖിലെയും എല്ലാം സൈനിക കേന്ദ്രങ്ങളിൽ വൻതോതിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടെല്ലാം തന്നെ ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി ശത്രുവിൻ്റെ പ്രതിരോധം ഇല്ലാതാക്കുക എന്നുള്ളൊരു തന്ത്രവും കൂടി ഒരുപക്ഷെ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ ഒരു പൂർണ്ണ തോതിലുള്ള സർവ്വസജ്ജമായ ഒരു ആക്രമണത്തിന് ഇറാൻ മുതിരുക എന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്നിരുന്നാലും ഇറാൻ വലിയ തോതിലുള്ള സൂപ്പർസോണിക് മിസൈൽ സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു കാരണം ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു സൂപ്പർസോണിക് മിസൈൽ ഇസ്രായേലിൽ പതിച്ച് തുടർന്ന് വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടായും. അതിന് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും അമേരിക്ക മുൻകൈയെടുത്ത് ഒരു ചർച്ചയിലേക്ക് നീങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇറാൻ്റെ ഒരു വലിയ തോതിലുള്ള തിരിച്ചടി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ അപകട സൈറൻ മുഴക്കുകയും പൗരന്മാരെ എല്ലാം തന്നെ ബങ്കറുകളിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് യുദ്ധ സാഹചര്യം തന്നെയാണ് നിഴലിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ കലുഷിതമാകാനുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ നടത്തുന്ന തുടരെയുള്ള ആക്രമണങ്ങൾക്ക് മേൽ US-ന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമായിരിക്കില്ലേ ലോറൻസ് നിലവിലുള്ളത്? ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി സൗദി അറേബ്യയിലും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ എഴുതി കാണിക്കുന്നത് നമ്മൾ റിയാദിലും ഇപ്പോൾ മിസൈൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഏഷ്യയിലെ അമേരിക്കയുടെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളെയും, അതായത് സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നീക്കം തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ, അതായത് സൗദി അറേബ്യ ഗൾഫ് രാജ്യമല്ല, അപ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ റിയാദിലും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സൈനിക പങ്കാളിയായ സൗദി അറേബ്യയിലും, അതായത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരമായ റിയാദിലും ഇപ്പോൾ ഇറാൻ്റെ മിസൈൽ പതിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുടനീളം ആക്രമണം നടത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ തിരിച്ചടി തുടങ്ങിയിട്ടുള്ളൂ. അതായത് യുദ്ധം തുടങ്ങി ഏതാണ്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ അതിൻ്റെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാർത്തിക, ശരി, പശ്ചിമേഷ്യ യുദ്ധ സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ആക്രമണത്തിന് പിന്നാലെ